അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, സ്കൂൾ വെക്കേഷൻ ഒരു മാസം കഴിഞ്ഞു. ഇനി ഈ മെയ് മാസം കൂടി സ്കൂൾ വെക്കേഷനാണ്. നമ്മുടെ മക്കൾ നമ്മളുമായി കൂടുതലായി സഹവസിക്കുന്ന, നമ്മുടെ അടുത്ത് കൂടുതൽ നേരം സമയം ചിലവഴിക്കുന്ന സാഹചര്യമാണ് സ്കൂൾ വെക്കേഷനൊക്കെ. ഈ അവസരങ്ങളിലെല്ലാം പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മക്കളോട് എല്ലാ പ്രായത്തിലും ഒരുപോലെയല്ല നാം ഇടപെടേണ്ടത്. ഇത് നാം മനസ്സിലാക്കണം. എല്ലാ പ്രായത്തിലും ഒരുപോലെയല്ല നമ്മൾ മക്കളോട് ഇടപെടേണ്ടത്. ഇത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നമുക്ക് പഠിപ്പിച്ചിരുന്ന കാര്യമാണ്. എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂൾ തുറന്നാൽ മതി എന്ന അവസ്ഥയിലേക്ക് രക്ഷിതാക്കൾ ചിന്തിക്കാനുള്ള കാരണവും ഒരുപക്ഷെ ഇതായിരിക്കാം. എല്ലാ പ്രായത്തിലും ഒരുപോലെ നാം അവരോട് ഇടപെടുന്നത് കൊണ്ടാകാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ലാഇബൂഹും സബ്അ വഅദ്ദിബൂഹും സബ്അ വസാഹിബൂഹും സബ്അ. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് 7 വയസ്സ് വരെ 7 വർഷക്കാലം ലാഇബൂഹും അവരുമായി കൂടിക്കളിക്കണം, അവരുടെ കൂടെ കളിക്കണം. ലാഇബൂഹും സബ്അ, അടുത്ത 7 വർഷം വഅദ്ദിബൂഹും സബ്അ, അടുത്ത 7 വർഷം നിങ്ങൾ അവർക്ക് അദബ് പകർന്നു കൊടുക്കണം. അടുത്ത 3-ാമത്തെ സ്റ്റേജ് വസാഹിബൂഹും സബ്അ, അത് കഴിഞ്ഞിട്ടുള്ള 7 വർഷം നിങ്ങൾ അവരുമായിട്ട് നല്ല രീതിയിൽ സഹവസിക്കണം, കൂട്ടുകാരെ പോലെയാകണം. ഈ രീതിയിലായിരിക്കണം മക്കളോട് ഇടപെടേണ്ടത് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും ഒരുപോലെയല്ല. 5 വയസ്സുള്ള കുട്ടി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണിക്കുമ്പോൾ 10 വയസ്സുള്ള കുട്ടി കാണിക്കുന്നത് പോലെ അവരോട് ഇടപെടുന്നത് പോലെ നമ്മൾ ഇടപെടരുത്. പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ലാഇബൂഹും സബ്അ, 7 വയസ്സ് വരെ നിങ്ങൾ അവരുമായിട്ട് കൂടിക്കളിക്കണം. അപ്പോൾ നല്ല രീതിയിലുള്ള സംസ്കാരങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും വേണം. വഅദ്ദിബൂഹും സബ്അ, അടുത്ത 7 വർഷം നിങ്ങൾ അവരെ അദബ് പഠിപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കണം. വസാഹിബൂഹും സബ്അ, അത് കഴിഞ്ഞിട്ടുള്ള 7 വർഷം ഒരു 21 വയസ്സ് വരേക്കും അവരുമായിട്ട് സഹവസിക്കണം, നല്ല കൂട്ടുകാരെ പോലെ ആകണം എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. കൂട്ടുകാരെ പോലെ ആകണം എന്ന് പറഞ്ഞാൽ അവിടെയും നമ്മൾ ധാർമ്മികത സൂക്ഷിക്കണം. അവരെയും കൊണ്ട് തിയേറ്ററിൽ പോയി സിനിമ കാണണമെന്നോ അല്ലെങ്കിൽ അവരോട് കൂടെ ഇരുന്ന് മദ്യപിക്കണമെന്ന് ഒന്നുമല്ല. അങ്ങനെയുള്ള രീതിയല്ല പറയുന്നത്. ധാർമ്മികമായ നിലയിൽ അവരുമായിട്ട് കൂട്ടുകാരെ പോലെ ആകണം എന്നാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല നമ്മളോട് നിർദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മക്കളെയും ഇരുലോകത്തും കൺകുളിർമയുള്ള മക്കളായിട്ട് നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.